എക്സ്പീരിയൻസും നാച്ചുറലി ടൈമിൻ്റെ പ്രോസസ്സിൽ എനിക്ക് തന്നെ കൊടുക്കാൻ ഞാൻ നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് സിനിമയിൽ ഇനിയും ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ ആ എക്സ്പീരിയൻസ് കിട്ടാൻ. അതിന് ഞാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പുതുമുഖ നടൻ വരുന്നതിനെ അപ്പുറത്ത് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന അല്ലെങ്കിൽ ട്രോളുകൾ കേൾക്കേണ്ടി വന്ന ഒരു നടനാണ് താങ്കൾ. അപ്പോൾ അത് താങ്കൾ എഫക്ട് ചെയ്തിട്ടുണ്ട്. നെപ്പട്ടിസം, രാഷ്ട്രീയം, ഓളത്തെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു 10% ആൾക്കാരാണ് ഇത് പറയുന്നത്. ബാക്കി ഒരു 90% ആൾക്കാരും അവരുടെ പണി നോക്കി ജീവിച്ചു പോകുന്നവരുണ്ട്. അവർക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിൽ എന്താണ് സത്യം, എന്താണ് കള്ളം എന്നൊക്കെ അത്യാവശ്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൈൻഡ് ചെയ്യാറില്ല, അങ്ങ് വിട്ടുകളാം. ഇപ്പോൾ സിനിമയുടെ വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറം മലയാളി പ്രേക്ഷകർ എപ്പോഴും സ്ക്രിപ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ പെർഫോമൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അല്ല, മലയാളി പ്രേക്ഷകൻ എന്നും ആ സ്ക്രിപ്റ്റ് എന്ത് വൃത്തിയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ആസ്പെക്റ്റിലാണ് മലയാളി പ്രേക്ഷകൻ എന്നും, ഇൻക്ലൂഡിങ് മീ. ആ സ്ക്രിപ്റ്റ് എത്രത്തോളം സിനിമയിലോട്ട് വന്നിട്ടുണ്ട്, അതിൽ ഒരു മലയാളി കഥയിൽ, മലയാളി സ്ക്രിപ്റ്റിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ഇതുണ്ട്. സംതിങ് സ്പാർക്ക് അബൌട്ട് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ആ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് സിനിമയിൽ വന്ന ആ സിനിമേനെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ക്രൗഡാണ് മലയാളി ക്രൗഡ്. ചേട്ടൻ സിനിമ ഉണ്ടോ? ഇല്ല, രാത്രി കാണും. ഇനി കാണാൻ വരുന്ന ഓഡിയൻസിനോട് എന്താ പറയാൻ? ഇനി കാണാൻ വരുന്ന ഓഡിയൻസിനോട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് എൻ്റെ സിനിമയായിട്ട് കാണരുത്. ഇതൊരു ഡയറക്ടറിൻ്റെ സിനിമയാണ്. സുജിത് എസ് നായർ എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ കഷ്ടപ്പാടും എഫേർട്സും എല്ലാം ഇട്ട് ഇറക്കിയൊരു സിനിമയാണ്. വെനോട് ഹ്യൂജ് ഫിലിം, പിന്നെ ഹ്യൂജ് ബഡ്ജറ്റ് ഒന്ന് വി കാൺ ഈവൻ സേ മിഡ് ബഡ്ജറ്റ്, അങ്ങനെ എടുത്തൊരു പടമാണ്. പക്ഷേ എവറി സിംഗിൾ പെനി ഈസ് ഓൾസോ ഹാർഡ് ഏൺ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ റീസോഴ്സസ് ലിമിറ്റഡായി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ അപ്പുറം ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കൺവിക്ഷൻ എനിക്കുണ്ട്. എനിക്കതിലൊരു ഉറപ്പുണ്ട്. സോ ഇനി പ്രേക്ഷകൻ ഈ സിനിമ കാണുക, വിരോധമില്ലെങ്കിൽ കാണുക, ഓണസ്റ്റായിട്ട് സത്യമായ അഭിപ്രായം അറിയിക്കുക. അതായത് എന്നെ ഇതിലുള്ള കാര്യം മറന്നിട്ട് ജസ്റ്റ് ഈ സിനിമയെ പറ്റി പറയുക. അതിലൂടെ എന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് പറയുക. കാര്യം നിങ്ങൾ എത്രത്തോളം നല്ലത് പറഞ്ഞാലും ആ മോശം പറയുന്നതിൽ എന്തെങ്കിലും നല്ലത് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ അതെടുക്കും. കാര്യം ഐ എം സ്റ്റിൽ ലേണിംഗ്. ഈ ലേൺ ചെയ്യുന്ന സമയത്ത് ഐ നീഡ് ദാറ്റ്. അതുകൊണ്ട് പ്ലീസ് അത് തരൂ എന്ന് അങ്ങോട്ട് ഞാൻ ചോദിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. പോസിറ്റീവായിട്ട് ആൾക്കാർ ഇത് എടുക്കുമെന്നല്ലേ, അങ്ങനെ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ അല്ലാതെ വേറൊന്നുമില്ല. പ്രേക്ഷകർ സിനിമ കാണട്ടെ, കണ്ട് അതേപോലെ ആത്മാർത്ഥമായ അഭിപ്രായം അറിയിക്കട്ടെ. ജസ്റ്റ് ഈ സിനിമ കാണാൻ വരുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും എല്ലാം കൂടെ ചേർത്ത് പറയുന്നത് ഇത് എൻ്റെ ഒരു സിനിമയായിട്ട് കാണാൻ വരുന്നത്, ഇത് ഡയറക്ടറിൻ്റെ സിനിമയായിട്ടൊന്ന് കാണാൻ വരും. എന്നിട്ട് അതിൽ എന്നെ വിലയിരുത്താനോ ആരെയും വേണമെങ്കിൽ വിലയിരുത്തിക്കാം. പക്ഷേ ആക്ഷൻ പ്രതീക്ഷിക്കുക. ആക്ഷൻ ത്രില്ലറാണ്. അതിലെന്താണ് വരുന്നത്? pretty much. ഈ വയലൻസ് ഉള്ള പടമാണ്. പിന്നെ കാണാനുള്ളവരോടൊക്കെ എന്താ പറയുക? അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറക്ടറിന് എന്നെ കണ്ട് എന്തെങ്കിലും തോന്നി അതേപോലത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്യാരക്ടറും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള ഒരു എക്സ്പീരിയൻസും എനിക്ക് വേണം. അത് സിനിമകൾ ചെയ്താലേ വരത്തുള്ളൂ. അതല്ലാതെ ഡയറക്ടേഴ്സിനും കൂടെ ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത്. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇതേപോലെ ഇന്നെനിക്ക് സുജിത്തേട്ടനും അനിലേട്ടനും സാമിലേട്ടനും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗോപാലൻ സാറാണെങ്കിലും കൃഷ്ണമൂർത്തി ചേട്ടനാണെങ്കിലും ഡ്രീം ബിഗ് സുജിത്തേട്ടനാണെങ്കിലും ഇവരെല്ലാവരും എനിക്ക് തന്ന അവസരം പോലെ ഒരു അവസരം കൂടി ഇനി അടുത്ത് കിട്ടുമ്പോഴേ എനിക്ക് അടുത്തൊരു ഗ്രോത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ആവത്തുള്ളൂ. ഞാനത് ഈ സിനിമയുടെ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 1 വീക്കിനുള്ളിൽ എല്ലാം പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. സുരേഷ് ചേട്ടൻ ഒരു കാലത്ത് ചെയ്തിരുന്ന പോലെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണോ മാധവും ഫോക്കസ് ചെയ്യാൻ? അത് തന്നെ ചേട്ടനെ പറ്റി ചോദിച്ചാൽ അത് തന്നെ. അങ്ങനെ ഒരു കാര്യത്തിലല്ല. ഇപ്പോൾ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് പല ടൈപ്പ് റോൾസ്. പക്ഷേ അതിനും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരണ്ടേ. അതായത് ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എത്തുമ്പോഴല്ലേ നിങ്ങൾ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടത്തുള്ളൂ. എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമയിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എൻ്റെ അഭിനയത്തിനെക്കാട്ടിലും അഭിനയം ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷേ അതിനെക്കാട്ടിലും ബോഡി ലാംഗ്വേജും മൂവ്മെൻറ്റ് സ്റ്റൺസ് ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു സിനിമയിൽ ഐ ഡോണ്ട് ഹാവ് ടു ബി ദ പെർഫെക്റ്റ് ആക്ടർ, നീദർ വിൽ ഐ എവർ ബി എ പെർഫെക്റ്റ് ആക്ടർ. പക്ഷേ ഒരു ബെറ്റർ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റോൾ ചെയ്യാൻ അഭിനയിക്കാൻ കുറച്ചും കൂടെ അറിയണം. അത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ആ പഠിക്കാനുള്ള സമയത്തിനും സ്പേസിനും വേണ്ടി മാത്രമേ ഞാൻ ആരുടെ ചോദിച്ചിട്ടുള്ളൂ. തരാൻ പറ്റുമെങ്കിൽ തരിക. ഇല്ല, ചേട്ടൻ വൈകുന്നേരം കാണും. അല്ല, സംതിങ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തോന്നുണ്ട്. ഇതിൻ്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി വീട്ടുകാരായിട്ട് ഒരു നേരെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. വല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? വല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അത് ചേട്ടനോടല്ലേ ചോദിക്കേണ്ടത്?
പല സിനിമയിൽ ഭാഗമാണ്. സുരേഷ് ഗോപി ആള് മാറിപ്പോയി. ചേട്ടനോടല്ലേ ചോദിക്കുന്നത്? ചേട്ടൻ വലയുടെ ലീഡാണ്. സോ ഐ തിങ്ക് ഹീസ് മോർ അല്ല ഹീസ് മോർ ഹീസ് ദ റൈറ്റ് പേഴ്സൺ ടു ആൻസർ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് വല. സോ നിലവിൽ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഭാഗമാണ്. നിലവിലത്തെ മാധവ് അല്ല, നിലവിൽ പാലക്കാട് ഷൂട്ടൊക്കെ ചേട്ടൻ്റെ പോർഷൻസ് ആയിരുന്നു. മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. ഏതാ? മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. പ്രൊമോ ഷൂട്ടിലുള്ളതല്ലേ അങ്കോട്ടാസ്. ഓക്കെ ബ്രോ, ഓൾ ദി ബെസ്റ്റ്.